പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 93 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: ചലമുടലറ്റ തനിക്കു തന്റെ ആത്മാവിലും അധികം പ്രിയവസ്തുവില്ല അന്യം. വിലസിടും ആത്മഗതം പ്രിയം വിടാതെ നിലയിലിരിപ്പതുകൊണ്ടു നിത്യമാത്മാ. ചലമുടലറ്റ തനിക്കു തന്റെ ആത്മാവിലും അധികം പ്രിയവസ്തുവില്ല അന്യം. വിലസിടും ആത്മഗതം പ്രിയം വിടാതെ നിലയിൽ ഇരിപ്പതുകൊണ്ട് നിത്യമാത്മാ. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ചലം ഉടലറ്റ, മാറ്റത്തിന് വിധേയമാകുന്ന, ശരീരത്തോടു താദാത്മ്യമില്ലാതായ, തനിക്ക് ഒരുവന്, തന്റെ ആത്മാവിലും തന്റെ ആത്മാവിനേക്കാൾ അധികം പ്രിയവസ്തു, അധികം പ്രിയപ്പെട്ടതായ വസ്തു അന്യം ഇല്ല, മറ്റെവിടെയും ഇല്ല. വിലസിടും, സ്പഷ്ടമായി അനുഭവിക്കുന്ന, ആത്മഗത പ്രിയം, ആത്മാവിനോടുള്ള പ്രിയം വിടാതെ, വിട്ടുപോകാതെ, ഈ നിലയിൽ, ഇതേ നിലയിൽ തന്നെ ഇരിപ്പതുകൊണ്ട്, തുടരുന്നതുകൊണ്ട് ആത്മ നിത്യം. ആത്മാവ് നിത്യമാണ്. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. മാറ്റത്തിന് വിധേയമാകുന്ന, ശരീരത്തോടു താദാത്മ്യമില്ലാതായ ഒരുവന്, തന്റെ ആത്മാവിനേക്കാൾ അധികം പ്രിയപ്പെട്ടതായ വസ്തു മറ്റെവിടെയും ഇല്ല. സ്പഷ്ടമായി അനുഭവിക്കുന്ന, ആത്മാവിനോടുള്ള പ്രിയം വിട്ടുപോകാതെ, ഇതേ നിലയിൽ തന്നെ തുടരുന്നതുകൊണ്ട് ആത്മാവ് നിത്യമാണ്. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം. ശരീരം മാറ്റത്തിന് വിധേയമാണ്, അല്ലേ? നമ്മുടെ ശരീരം ഓരോ കാലഘട്ടം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത്, ഒരു ശിശു ആയിരിക്കുമ്പോൾ നമ്മുടെ ശരീരം നന്നേ മൃദുവും ദുർബലവും ആയിരിക്കും. എന്നാൽ ആ ഉടൽ തന്നെയാണ് ബാല്യത്തിലൂടെയും കൗമാരത്തിലൂടെയും യൗവനത്തിലൂടെയും കടന്ന് വാർദ്ധക്യത്തിൽ എത്തിപ്പെടുന്നത്. ശരീരത്തിന്റെ ഈ ചലന സ്വഭാവവുമായി താദാത്മ്യപ്പെട്ടാൽ സുഖദുഃഖങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ സുഖദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിനോട് നമുക്ക് പ്രിയം ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് അമിതമായ ദുഃഖം ഉണ്ടാവുക. ഉടലിനോടുള്ള പ്രിയം ഏറുന്നത് കൊണ്ട് ദുഃഖമുണ്ടാകുന്നു. അത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ആത്മാവിനോട് നമുക്ക് പ്രിയം ജനിക്കണം. ശരീരത്തിനോടുള്ള താദാത്മ്യം വിടണം. ആത്മാവിൽ പ്രിയം ജനിച്ചാൽ മാത്രമേ ഉടലിനോടുള്ള രാഗം അറ്റുപോവുകയുള്ളൂ. വിരാഗത അടിച്ചേൽപ്പിക്കാതെ തന്നെ ആത്മാവിലുള്ള പ്രിയം വികസിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ആത്മാവ് പ്രിയത്തിന്റെ ഇരിപ്പിടമാണ്. ആത്മാവിൽ പ്രിയം ജനിച്ചാൽ ഒന്നിനോടും വെറുപ്പ് തോന്നുകയില്ല. ശരീര താദാത്മ്യമുള്ളവർക്ക് മാത്രമേ വെറുപ്പ് എന്ന വികാരം ജനിക്കുകയുള്ളൂ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ അയൽക്കാരൻ നമ്മുടെ ആത്മാവാണ്. ആത്മാവായി വരണം. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെയാണ് അയൽക്കാരനെ സ്നേഹിക്കുന്നത്. ആത്മാവിലുള്ള പ്രിയം ഉണർന്നാലേ ആ സ്നേഹം സഫലമാകൂ. ബൈബിളിൽ സ്നേഹത്തെക്കുറിച്ച് യേശുദേവൻ മധുരോദാരമായി സംസാരിക്കുന്നു. ദൈവം സ്നേഹമാണെന്ന് പറയുന്നു. എന്നാൽ സ്വാമി തൃപാദങ്ങൾ ആത്മാവിലിരിക്കുന്ന പ്രിയം തന്നെയാണ് ദൈവാനുഭൂതി എന്ന് പറയുകയാണ്. നാം നമ്മെ നല്ലവണ്ണം സ്നേഹിക്കുക. ചലമുടലറ്റ് സ്നേഹിക്കുക. അപ്പോൾ ആനന്ദം സ്വാഭാവികമായ ഒരു അവസ്ഥയായി മാറും. ആനന്ദം ആത്മാവ് തന്നെയാണ്. നമ്മുടെ എല്ലാ അഭിരമനങ്ങളും ആത്മനിഷ്ഠിതമായതുകൊണ്ട് ആത്മാവ് നിത്യമാണ്. ആത്മാവ് എന്നെന്നും ഉള്ളതാണ്. ഇത് ധ്യാനിക്കുക.
സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 93-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരു ഓം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.